ആളുകൾ പറയും പോലെ അതല്ല സത്യം. അണ്ണാ, ഞങ്ങൾ അവിടെ ശരിക്കും നീയും അവളും കൂടെ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്നതിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വിളിപ്പിച്ചതല്ല ഞാൻ. എടാ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, സിനിമ ജയിക്കുന്നവന്റെ മാത്രം കളിസ്ഥലമാണ്. നീ അവിടെ തോറ്റവനാ, ഒരിക്കലല്ല പലവട്ടം. നിനക്ക് വേണ്ടതൊരു പുനർജന്മമാണ്. അറിയാം. എന്തോന്നറിയാം? നിനക്കൊരു കോപ്പം അറിയില്ല. എടാ, ഇവളോടൊരു തരിമ്പ് ഇഷ്ടമുണ്ടെങ്കിൽ, ഉണ്ടെന്ന് നീ പറയുന്നത് സത്യമാണേല്, എടാ അവക്കിന്നൊരു പേരുണ്ട്. കേരളത്തിൽ മാത്രമല്ല, മറ്റു ലാംഗ്വേജിലും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് അവള്. എടാ, അവളെ കുറിച്ച് മഞ്ഞപ്പത്രക്കാർ വേണ്ട അതിൽ എഴുതി കൂട്ടിയ. എബേട്ടാ പ്ലീസ്, അജയൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ ആ മുറിയിൽ വെച്ച് സംസാരിച്ചു, സത്യമാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. എനിക്ക് കേൾക്കണ്ട. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന പടം, എന്റെ എത്രയോ വർഷത്തെ സ്വപ്നം, അത് നടക്കാൻ പോവാ. അതിലെ നായിക നീയാണേല് നായകൻ ഇവനാ. ഇവൻ ഇതുപോലെ ഓരോ പോക്കൃത്തരം കാണിച്ചു വെച്ചേച്ച് അവസാനം ഇവനെ വെച്ച പടം നടക്കില്ലെന്ന പ്രൊഡ്യൂസർ ഇറങ്ങാൻ പറഞ്ഞ ഞാൻ ആ പടം ചെയ്യല. കാരണം അറിയാവോ, അത് ഞാൻ ഇവന് പണ്ടേ കൊടുത്ത വാക്കാ. എനിക്കൊരപ്പനേ ഉള്ളൂ, ഞാൻ എന്റെ വാക്ക് മാറ്റി പറയല. ഇതൊന്ന് നേരത്തെ പറഞ്ഞു തൊലച്ചിരുന്നേല് ഈ കോലാഹലം വല്ലതും ഉണ്ടാവോ? എന്നതാ കുന്തം? മുരുക, ഷൺമുഖ, കവിളില് ശൂലവും കുത്തി നടന്ന് പഴനി വരെ പോയി മല കയറി തൊഴുതോളാമേ. നമുക്കെല്ലാവർക്കും അറിയാം, മലയാള സിനിമയുടെ ചരിത്രത്തിലെ തിളക്കമേറിയ താളുകളിൽ ഒന്നായിരുന്നു എബി കുരുവിളയുടെ ഓർമ്മ എന്ന സിനിമ. ഓർമ്മയുടെ തിരക്കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പൊരു ദിവസം മോഹനകൃഷ്ണന്റെ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയത്ത് എബിക്കൊരു കോൾ വന്നു. ഇത് കൂടെ മാർക്ക് ചെയ്യാം. ആ മാർക്ക് ചെയ്തു. എബി സാറിനൊരു ഫോൺ വന്നിട്ടുണ്ട്. വരാം, ഞാൻ ഫോൺ നോക്കും. ചെല്ലേ, ഇത് ഞാൻ നോക്കിക്കോളാം. ഹലോ അണ്ണാ, അജയനാണ്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇന്ന് രാവിലെ ഞാനും മാളും രജിസ്റ്റർ മാരേജ് ചെയ്തു. ആരും അറിഞ്ഞിട്ടില്ല, അറിയിക്കുന്നുമില്ല. അണ്ണനോട് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. എവിടെ ഉണ്ട് ഇപ്പോ? ഓർമ്മയില്ലേ, നമ്മൾ കഴിഞ്ഞ മഞ്ഞുകാലം ഷൂട്ട് ചെയ്ത ക്ലൗഡ്സ് ആൻഡ് ബംഗ്ലാവ് ചുമരി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലാണ് അതിപ്പോൾ. ഇവിടുന്നായിരുന്നല്ലോ തുടക്കം. മാളുവിന് നിർബന്ധം ഇവിടെ തന്നെ വരണമെന്ന്. നന്നായി. മാളവിടെ ഉണ്ട്, കൊടുക്കാം. ഹലോ എബേട്ടാ, അനുഗ്രഹിക്കണം. എന്റെ പ്രാർത്ഥന ഉണ്ടാവും. തന്റെ എല്ലാ സമ്പാദ്യങ്ങളും അമ്മയ്ക്ക് വിട്ടുകൊടുത്തിട്ടാണ് മാളവിക അജയചന്ദ്രനോടൊപ്പം ഇറങ്ങി തിരിച്ചത്. ഒരു പുതിയ ജീവിതം, താൻ സ്വപ്നം കണ്ട ജീവിതം ആരംഭിക്കുകയായിരുന്നു. ക്ലൗഡ്സ് എൻഡ്, ഇവിടെയാണ് അവരവർ ആദ്യ രാത്രി സെലിബ്രേറ്റ് ചെയ്തത്. നോട്ട് ബാഡ്. മാളവിക ഹൈലി റൊമാൻറ്റിക് ആണ്. അവരല്ലേ ഇവിടെ വരണമെന്ന് സജസ്റ്റ് ചെയ്തത്? നീ എന്നാണ് ഇതുപോലൊരു റൊമാൻറ്റിക് പ്രപ്പോസലുമായിട്ട് എൻ്റെ അടുത്ത് വരിക? ആദ്യം നീ എന്നെ കെട്ട്, അപ്പൊ ഞാൻ പറയാം. ഒരു സാമ്പ്രദായിക കെട്ടിന്റെ ആവശ്യമുണ്ടോ? നിന്നെ ഞാൻ കെട്ടാതെ കെട്ടിയിട്ടാ പോരെ? ആര് നോക്കുന്നു? ആര്? അജയനും മാളവികയും. ഈ ആദ്യ സിനിമ ഇറങ്ങി എത്ര കാലം കഴിഞ്ഞായിരുന്നു എബി കുരുവിളയുടെ മരണം? ഒരു 6 മാസം കഴിഞ്ഞിരിക്കണം. പുള്ളി മറ്റൊരു പടത്തിന്റെ ഷൂട്ട് തുടങ്ങാൻ പോകുമ്പോഴായിരുന്നു ആക്സിഡന്റ് അല്ലേ? പറഞ്ഞു കേട്ട ഓർമ്മയാണ്. അതെ, മൈസൂരിനടുത്ത് വെച്ചൊരു സ്ഥലത്ത് എബി കുരുവിളയുടെ ഡയറിയിൽ വളരെ വേദനയോടെ എഴുതിയിരിക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട്. മാളവികയെ മദ്രാസിലെ ഫ്ലാറ്റിൽ വെച്ച് കണ്ടത്. അവർ രണ്ടുപേരും പിരിഞ്ഞു എന്നുള്ളത് വളരെ ദുഃഖത്തോടെയാണ് പുള്ളി എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ സിനിമയിലും അജയനും മാളവും തന്നെ ആവണം എന്ന് തീരുമാനിച്ചാണ് ഈ മദ്രാസ് യാത്ര. ചെന്നപ്പോൾ കണ്ടത് തികച്ചും വ്യത്യസ്തയായ ഒരു മാളവിനെ. മാത്രവുമല്ല, അവർ രണ്ടും 2 വീടുകളിലായിരിക്കുന്നു താമസം. എന്തോ എവിടെയോ. കള്ളു കുടിക്കുന്ന മാളവിക അല്ലേ? എന്തെങ്കിലും വേണ്ടേ എബിയേട്ടാ, ഒരു ദിവസം തീരുമ്പോൾ റിലാക്സ് ചെയ്യാൻ? എൻ്റെ കുഞ്ഞെ, കാരണങ്ങൾ പറയാതിരിക്കുക നല്ലത്. എന്നാന്ന് വെച്ചാൽ പിന്നീട് കാരണങ്ങൾ കണ്ടെത്താൻ തുടങ്ങും. എനിവേ, എന്ന് തുടങ്ങാനാ പ്ലാൻ? മണിസ്വാമി അപ്പോൾ ഡേറ്റ്സ് നോക്കുന്നത്. എബിയേട്ടന് അതറിയണ്ട. എനിക്ക് പുള്ളിയോട് പറയാനാ ആ ഡേറ്റ്സ് ബ്ലോക്ക് ചെയ്യാൻ.
അജയൻ ജാനുവരി ഫസ്റ്റ് വീക്കിൽ ജോയിൻ ചെയ്യാന്നാ പറഞ്ഞത്. മാളു ഒരു മിഡ് ജാൻ തുടങ്ങി വന്ന. ഓ, അയാളാണോ ഹീറോ? അത് ശരിയാവില്ല ബേട്ടാ. രണ്ടുപേരും കൂടി ഇനി ഒരു ഫിലിം അതിനി ഉണ്ടാവില്ല. ആരെ വേണമെന്ന് ബേട്ടൻ തീരുമാനിച്ചാൽ മതി. സിനിമയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത് തന്നെയാ ലാസ്റ്റ് വേർഡ്. ഒന്നുകിൽ അയാൾ, അല്ലെങ്കിൽ മാളു. യു ഡിസൈഡ്. ചിലതൊക്കെ ഞാനും കേട്ടായിരുന്നു. പക്ഷെ അതിത്ര വലിയ അകൽച്ചയായി എന്നുള്ളത് എന്താ പറയാൻ പറ്റാവുന്ന വല്ലതുണ്ടോ? നോ ബേട്ടാ, ഒന്നും പറയാനൊന്നും കൊള്ളില്ല. ആ സച്ചി, ഞാൻ ഇന്നലെ മദ്രാസിലെത്തി. സെപ്റ്റംബർ എവിടെ അവിടം? എബി കുരുവിള. അയ്യോ, ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കത്തില്ല അണ്ണാ. അവന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. ഒന്നാമത് ഫസ്റ്റ് പടം, പിന്നെ 50 ദിവസം എക്സ്ക്ലൂസീവായിട്ട് കൊടുത്തിരിക്കുക. ഞാൻ ഈ കണാ പടമൊക്കെ നിർത്തിയണ്ണ. അല്ല, കളഞ്ഞു കുളിച്ച പേര് ഈ ഒറ്റ പ്രോജക്റ്റ് കൊണ്ടെങ്കിൽ. മാളു സിനിമയിൽ അഭിനയിക്കാൻ ഇനി വേറെ പിള്ളേരെ നോക്കിക്കോ. മാളു ആക്ടിങ് നിർത്തി. എന്തുപറ്റി? മാളുവിന്റെ കെട്ടിയോൻ ഒരാൺകുട്ടിയാന്ന് തെളിയിച്ചു. എന്നുവെച്ചാ? യെസ് ഡിയർ, നമ്മൾ അച്ഛനും അമ്മയും ആവാൻ പോന്നു. അതെങ്ങനെ? അതെങ്ങനെയെന്നോ? എടാ വൃത്തികെട്ടവനെ, അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരണോ അല്ലേ? എടാ നീ ഒരു മഹാപാപിയാടാ. ഓ എന്റെ അമ്മേ, ഈ സിറ്റുവേഷൻ സിനിമയിലായിരുന്നെങ്കിൽ ഭാര്യയെ എടുത്തു പൊക്കുന്നു, ഉമ്മ വെക്കുന്നു, തുള്ളി കളിക്കുന്നു, പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ ഭാര്യ വയറ്റിൽ തൊടുന്നു. ഹോ, എന്തൊക്കെ ബഹളങ്ങളായിരിക്കും. അറ്റ്ലീസ്റ്റ് നിനക്കൊന്ന് ചിരിച്ചൂടെ? ആ വൃത്തികെട്ട ചക്കമോന്തയും കാണിച്ചിരിക്കുന്നു. അല്ല മാളു, ഇപ്പൊ ഇത് സെപ്റ്റംബറിൽ എബിയുടെ പടം തുടങ്ങുക. അതാണ് ഞാൻ പറഞ്ഞത്, അഭിനയിക്കാൻ വേറെ ആളെ നോക്കിക്കോന്ന്. മാളു ഇനി എവിടേക്കും ഇല്ല. ഞാൻ ഈ വയറും നോക്കിയിരിക്കും, എന്റെ കുഞ്ഞു വാവ വളരുന്നത് നോക്കി. അജയ, പ്ലീസ് ഒന്ന് പ്രാർത്ഥിക്ക്, നമുക്ക് മോള് മതി. മാളു, നീ കളി പറയല്ലേ. എബിയുടെ പടം നീ ഇല്ലെങ്കിൽ അത് നടക്കില്ല. എന്താ നടക്കാതെ? എബീട്ടനോട് ഞാൻ പറയാം, ഈ ചെക്കൻ്റെ കൂടെ നല്ലൊരു കുട്ടിയെ പേരായിട്ടിട. മാളു, നടക്കില്ല. നിന്റെ ഡേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പ്രോജക്റ്റാണിത്. നീ ഇല്ലെങ്കിൽ പിന്നെ എന്റെ മാർക്കറ്റിന് സീറോയാ. ഈ സിനിമ നടന്നാൽ മാത്രമേ എബി പറയാറുള്ളത് പോലെ എനിക്കൊരു പുനർജന്മം കിട്ടൂ. പക്ഷേ സെപ്റ്റംബർ ആവുമ്പോ വയറൊക്കെ വരില്ലേ? മാത്രമല്ല, ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ടൈമാണത്. സ്ട്രെയിൻ എടുക്കാനും പറ്റില്ല. അത് രണ്ടും കൂടി നടക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഇനി മിസ്സസ് അജയ് ചന്ദ്രനായി ജീവിച്ചോളാം. വീടും കുട്ടികളെയൊക്കെ നോക്കി, ഷൂട്ടിംഗ് സെറ്റിൽ ഇടയ്ക്ക് ചില വിസിറ്റൊക്കെ നടത്തി. നീ പെണ്ണ് പിടിക്കുന്നുണ്ടോന്ന് വന്ന് ചെക്ക് ചെയ്യണ്ടേ? അതിന് അജയചന്ദ്രൻ എന്ന സിനിമ നടനുണ്ടാവില്ല. തോറ്റ് കളത്തിന് പുറത്തിരിക്കുന്നവനാണ് ഞാനിപ്പോ. അല്ലെങ്കിൽ കാണാം, ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിലോ മറ്റോ ഏതെങ്കിലും സിനിമ സെറ്റ്. പിറന്നിട്ടില്ലാത്ത കുഞ്ഞിന് വേണ്ടി എന്റെ ജീവിതമാണ് നീ തകർക്കുന്നത് മാളു. എന്താ അജയ? എന്താ? കമോൺ, എന്താ ഞാൻ വേണ്ടേ? നമുക്ക് ഈ കുഞ്ഞിനെ കളയാം. വാട്ട്? മാളു, ഇത് നമുക്ക് കളയാം. കുഞ്ഞുങ്ങൾ വീണ്ടും നമുക്കുണ്ടാവും. അവർ ജനിക്കുന്നത് കുറെ കൂടെ നല്ല അന്തരീക്ഷത്തിലാവണ്ടേ? അവരുടെ അച്ഛൻ ഒരു സ്റ്റാർ ആവണ്ടേ അവർ വരും മുമ്പേ? എനിക്ക് ഷുവറാ മാളു, ഞാൻ ആഗ്രഹിച്ചിടത്തൊക്കെ ഞാൻ എത്തും. പക്ഷേ ഇപ്പൊ നീ എന്നെ സഹായിക്കണം. ഇപ്പൊ നിനക്ക് ഏതിന് കഴിയൂ, നിനക്ക് മാത്രം. ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. എന്റെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞെന്ന് പറ. അതിന്റെ വരവ് നമ്മൾ ഇത്തിരി നീട്ടിവെക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ അതിനെ കൊല്ലാൻ പോവാ.
നിനക്ക് വേണ്ടിയത്. ആ അബോർഷനൊപ്പം അജയന്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു സർജറി കൂടി മാളവികയ്ക്ക് ചെയ്യേണ്ടി വന്നു. അതെന്തിനുള്ളതായിരുന്നെന്ന് പിന്നീട് വൈകി തൻ്റെ സുഹൃത്തായ ഡോക്ടർ വാസന്തിയിൽ നിന്നാണ് മാളവിക അറിയുന്നത്. ഓവറിയിൽ എന്തോ ഒരു ചെറിയ ഗ്രോത്ത് എന്നാണ് പറഞ്ഞത്. അത് റിമൂവ് ചെയ്യാൻ ഒരു ഓപ്പറേഷൻ, അത്രേ ഉണ്ടായിട്ടുള്ളൂ. എന്തിനാ അജയൻ നിന്നോട് സത്യം പറയാതിരുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. എന്താ എന്താ വാസന്തി? മാളു, നിസ്സാരമായൊരു ഗ്രോത്ത് റിമൂവലൊന്നും ആയിരുന്നില്ല ആ ഓപ്പറേഷൻ. നിന്റെ ഫലൂപ്പിയൻ ട്യൂബ് മുറിച്ചു മാറ്റിയിരിക്കുന്നു. ദാറ്റ് മീൻസ് ഒരിക്കലും ഗർഭം ധരിക്കാൻ കഴിയില്ല നിന്റെ ശരീരത്തിന്. What do you mean? മാളു, മാളു, പക്ഷേ എന്തിനത് ചെയ്തു? നീ ഒരിക്കലും ഗർഭിണിയാകരുതെന്ന നിർബന്ധം അജയനുണ്ടാവേണ്ട കാര്യം? മാളു, അയാൾക്ക് അയാളുടെ ലക്ഷ്യത്തിലെത്താൻ ഒരിക്കലും ഗർഭം ധരിക്കാത്ത എന്റെ ശരീരം ആവശ്യമാണ്. ഇതിൽ കൂടുതൽ എന്ത് കാരണമാണ് ഒരു പുരുഷനെ വെറുക്കാൻ സ്ത്രീക്ക് വേണ്ടത്? റൈസ് ആൻഡ് ഷൈൻ കോഫി. താങ്ക്സ്. എപ്പോ ഉറങ്ങി? ഓർമ്മയില്ല. എഴുതി തുടങ്ങിയോ? യാ, ഞാൻ എഴുതുകയല്ല, എന്നെ കൊണ്ട് എഴുതിക്കുകയാണ്.